നമസ്കാരം, മീഡിയ മൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികൾക്ക് ഇനി ഒരേയൊരു സംഘടന, ലക്ഷ്യം വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. സംഘടനയായിട്ട് നമ്മുടെ അസോസിയേഷന്റെ ഏകദേശം 12,000 വരുന്ന ചെറുകിടക്കാരായ 85% ആൾക്കാർ വരുന്ന സംഘടനയുടെ നേതൃത്വം ഇന്ന് ഞങ്ങൾ ഈ രണ്ട് സംഘടന ചേർന്ന് ഒറ്റക്കെട്ടായ പ്രവർത്തി അവരുടെ പ്രവർത്തനത്തിനുള്ള ഉന്മേഷത്തിനും അവരുടെ ബിസിനസ് ഏകീകൃതയ്ക്കും നല്ലൊരു രീതിയിൽ പൊങ്ങി വരുന്നതിനുള്ള ചില രീതികൾ കൊണ്ടുവന്നുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് സക്സസ് ആകുമെന്നുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംഘടനയുടെ ചില നീക്കുപോക്കുകൾ വന്നിട്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്തുക, നാഷണൽ ലെവൽ സൗത്ത് ഇന്ത്യയിലെ ഒരു ഏകീകൃത സംഘടനയായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് നടപ്പിൽ വരുന്ന ഗോൾഡ് റേറ്റ് ട്രിവാൻഡ്രത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഈ സംഘടനയുടെ ഇപ്പോൾ നാഷണൽ ലെവലിൽ സൗത്ത് ഇന്ത്യയിലെ 7 സ്റ്റേറ്റും ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പോഴും നാഷണൽ ലെവലിൽ അവർ ചില സ്റ്റേറ്റുകൾ അംഗീകരിക്കുകയുണ്ട്. വൺ ഇന്ത്യ വൺ ഗോൾഡ് വൺ ഇന്ത്യ റേറ്റ് എന്നുള്ള രീതി കൊണ്ടുവരാനാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. തീർച്ചയായിട്ടും അത് വരുമെന്ന അഭിപ്രായമാണ്. ഇതുകൂടാതെ കച്ചവടക്കാരെ ചെറുകിട കച്ചവട ഉന്നതത്തിൽ പല വിധത്തിലുള്ള രൂപീകൃതമായ നിയമാവലികളും അവർക്ക് വേണ്ടി ബിസിനസ് കൂട്ടുന്ന എല്ലാ രീതിയിലും ഞങ്ങൾ കൊണ്ടുവരും. പ്രമുഖരായ പരമേശ്വരൻ പിള്ളയും ഭീമഭട്ടരും, ഈ ഗോവിന്ദാണ്ടൻ്റെയും മറ്റേ ബിന്ദാണ്ടൻ്റെയൊക്കെ ഫാദർ ഭീമഭട്ടർ, അതുപോലെ പി ടി ചെറിയാൻ എൻ്റെ ഫാദർ, അവർ 3 പേരും കൂടിയാണ് ഈ സംഘടന ആലപ്പുഴയിൽ തുടങ്ങുന്നത്. അത് 80 വർഷമായി. ഈ 2013 ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരു ഭിന്നത ഉണ്ടായെങ്കിലും അന്ന് മുതൽ ഞങ്ങൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നു. 2025 ഒരു ഏകീകൃത തീരുമാനത്തിലൂടെ ഒന്നിച്ച് ഒറ്റ സംഘടനയായി ശക്തമായി പോകാനുള്ള തീരുമാനം എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സംഘടന തുടങ്ങിയാൽ 4ആയി 8ആയി 16ആയി പിരിഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ പിരിഞ്ഞുപോയ ഒന്നിച്ച് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങളും അങ്ങനെ കരുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും അതിൻ്റെ ഭാരവാഹികളുടെ ലിസ്റ്റൊക്കെ ഞങ്ങൾ ആ നോട്ടീസിൽ സെർവ് ചെയ്യുന്നതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഇനി ഒറ്റക്കെട്ടായി ഈ സംഘടന മുന്നോട്ട് പോകും. അതിൽ യാതൊരു തർക്കവുമില്ല എന്ന് ഈ സമയത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു വലിയ ഒരു സമ്മേളനം ഉടൻ തന്നെ, ഒന്നിച്ചുള്ള ഒരു സമ്മേളനം, ഇനി ഒന്നിച്ചെന്നുള്ളതല്ല, ഒറ്റക്കെട്ടായുള്ള ഈ സംഘടനയുടെ ഒരു സമ്മേളനം, വിപുലീകരണമായ ഒരു സമ്മേളനം ഉടൻ തന്നെ എറണാകുളത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സംഘടന ശക്തമായി 90% സാധാരണപ്പെട്ട കച്ചവടക്കാരാണ് ഇതിനകത്തുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ കോർപ്പറേറ്റ് ലെവലിലും മീഡിയം കച്ചവടക്കാരും കൊച്ചു കച്ചവടക്കാരൊക്കെ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ എല്ലാ മേഖലയിലും വന്നതുപോലെ തന്നെ ഈ മേഖലയും ഉണ്ടായിട്ടുണ്ട്. കൊച്ചു കച്ചവടക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്, ഇടത്തരക്കാർ ബുദ്ധിമുട്ടിലാണ്, വലിയവരും ബുദ്ധിമുട്ടിലാണ്. കാരണം ബിസിനസ്സുകൾ പൊതുവെ കുറയുകയാണ് ഓരോ വർഷവും. അപ്പം ഒരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, അതിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒറ്റക്കെട്ടായി നിന്നാൽ ഇനി വളരെ ശക്തമായി നേടിയെടുക്കാൻ സംഭവിക്കുമെന്ന് നമുക്കറിയാം. കാരണം ഇപ്പം നമുക്ക് സംഘടനകൾ നേരിട്ട് ഇടപെടുന്നത് കൊണ്ട് ബാഹ്യമായ ഒരു പ്രശ്നങ്ങളും സത്യത്തിൽ ഇപ്പോൾ ഈ വ്യാപാര മേഖലയിൽ ഇല്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ചെറുകിട സ്വർണ്ണ വ്യാപാര മേഖല ഇന്ന് തീക്ഷ്ണമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണവിലയുടെ അഭൂതപൂർവമായ വിലവർധനവും ന്യൂജൻ ആളുകളുടെ സ്വർണ്ണാഭരണ ഭ്രമത്തിലുള്ള കുറവും വർദ്ധിച്ചതോടുകൂടി സ്വർണ്ണ വ്യാപാര മേഖല സത്യം പറഞ്ഞാൽ വലിയ ഒരു സ്റ്റാഗ്നേഷൻ മോഡിൽ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടക്കുകയാണ്. ഇത്തരത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദായക, ഏറ്റവും വലിയ നികുതിദായക സംരംഭങ്ങളായ ഈ വലിയ വ്യവസായം
വിപുലീകരിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന ഈ ഘട്ടത്തിൽ രണ്ട് മനസ്സായി പ്രവർത്തിക്കുക എന്നുള്ള ആ ആശയം വിട്ടുകൊണ്ട് ഇതിൻ്റെ സുഗമമായ നടത്തിപ്പിനും ചെറുകിട വ്യാപാരികളുടെ ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്ന ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു യൂണൈറ്റഡ് ഫോമിൽ കൊണ്ടുവരിക എന്ന ബൃഹത്തായ ലക്ഷ്യമാണ് ഇന്നിവിടെ സഫലീകരിക്കപ്പെടുന്നത്. കേരളത്തിൽ നമുക്കറിയാം പല കടകളിലും 20 രൂപ 30 രൂപ പെർ ഗ്രാമിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇപ്പം അത് പ്രാദേശികമായിട്ട് വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ടാണ്. ചിലപ്പം ഹോൾസെയിലേഴ്സ് ചിലപ്പോൾ കുറച്ച് റേറ്റ് ഇട്ടേക്കാം. അതിന് ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ഒരു ഗ്രാമിൽ 10, 20, 50 രൂപ വരെ വ്യത്യാസം വന്നിരിക്കാം. അപ്പോൾ അത് സംഘടനയുടെ രണ്ട് സംഘടനകളും ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് ഇതുപോലെ കേരളത്തിൽ ഒരു റേറ്റേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് AKGSMA സ്വർണ്ണഭവൻ എന്ന പേരിലായിരിക്കും ഇനി മുതൽ റേറ്റ് വരുന്നത്. ശ്രീ ഗോവിന്ദൻ പറഞ്ഞ മാതിരി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല നിരക്കുകളാണ്. 22 ക്യാരറ്റിന് 22 ക്യാരറ്റ് സ്വർണ്ണം നമുക്കറിയാം 24-നെ അടിസ്ഥാനമാക്കിയാണ്. 24 ക്യാരറ്റിൻ്റെ റേറ്റ് ഇൻ്റർനാഷണൽ റേറ്റാണ്. അതിനെ അടിസ്ഥാനമായിട്ട് പല സ്റ്റേറ്റുകളിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അല്പം കൂടിയ റേറ്റായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ സംഘടനകൾ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംഘടനകളും ചർച്ചകൾ നടത്തി സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ്. കേരളത്തിൽ 10-20 രൂപയുടെ ചെറിയ വ്യത്യാസം വരുന്നത് ഇനി മുതൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാമല്ലോ. അപ്പം നമ്മുടെ ഏറ്റവും സുതാര്യമായ റേറ്റാണ് കേരളത്തിലേത്. ഈ റേറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി കഴിഞ്ഞു. ശ്രീ ഗോവിന്ദൻ പറഞ്ഞ മാതിരി അടുത്തൊരു 6 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ റേറ്റ്. കാരണം നമുക്കറിയാം ഈ വലിയ വ്യാപാര ചെയിൻ ഷോപ്പുകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജ്വല്ലറികൾക്ക് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ഷോറൂമുകളുണ്ട്. അപ്പോൾ അവർക്ക് തമിഴ്നാട്ടിലെ റേറ്റ് ഗുജറാത്തിലുള്ള റേറ്റ് ഈ രീതി പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ട് സമീപഭാവിയിൽ കേരളത്തിൽ വരുന്ന പോലെയുള്ള സുതാര്യമായ റേറ്റ് ഫിക്സിംഗ് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കും. കേരളത്തിൽ ഇനി മുതൽ ഒരു റേറ്റേ ഉണ്ടാവുള്ളൂ എന്ന കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അത് AKGSMA സ്വർണ്ണഭവൻ റേറ്റ് എന്ന പേരിലായിരിക്കും ഞങ്ങൾ പബ്ലിഷ് ചെയ്യാമെന്ന് നമ്മുടെ നേതാക്കന്മാരുടെ പേരിൽ അറിയിച്ചുകൊള്ളും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ B ഗോവിന്ദൻ, പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്ര, ജനറൽ സെക്രട്ടറി KM ജലീൽ പാലക്കാട്, ട്രഷറർ ബിന്ദു മാധവ്, സെക്രട്ടേറിയറ്റ് അംഗം ജെയിംസ് ജോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ മൈൻഡ്.